ഇന്നൊരു പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചെമ്മീനും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഉണക്ക ചെമ്മീൻ. അപ്പോൾ ആ ഉണക്ക ചെമ്മീനും കൂടെ വെച്ചൊരു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണക്ക ചെമ്മീൻ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തു. ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി വെച്ച് ഇതൊന്ന് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഞാനിവിടെ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മൂവാണ്ടൻ മാങ്ങയായിരുന്നു കേട്ടോ അത്. രാത്രിയിലേക്കുള്ള ചോറ് അടുപ്പത്തുണ്ടായിരുന്നു. അപ്പോൾ തീയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ മുളകൊക്കെ ഒന്ന് അടുപ്പിലിട്ടൊന്ന് ചുട്ടെടുത്തു. കുറച്ച് തേങ്ങയും മാങ്ങയും ചുട്ടെടുത്ത ഉണക്കമുളകും കൂടി ഒന്ന് ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിട്ടൊന്ന് അരച്ചെടുത്തു. ചെമ്മീൻ അത്ര തന്നെ അരയേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെ പിന്നീടാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ തേങ്ങയും മാങ്ങയും ഉണക്കമുളകൊക്കെ ഒന്ന് ഞാൻ ആദ്യം അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ആ ചെമ്മീനും കൂടെ ഒന്ന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന എണ്ണിത്തട ഉണ്ടായിരുന്നു, അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പിട്ടിട്ട്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചെറുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച എണ്ണിത്തണ്ടും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്തു. അപ്പോഴേക്കും ഞാൻ ഇത്തിരി അരി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് അതും കൂടെ ഇതിൽ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണിത്തണ്ടുപ്പേരിയും ചെമ്മീൻ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. കഞ്ഞിക്ക് നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണം കേട്ടോ.